ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവപൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്യം ബ്രൂഹിതന്മേ ശിഷ്യസ്യഹം ശാരിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയിലെ 35 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 36 തൊട്ട് 40 വരെയാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. 36-ാമത്തെ ശ്ലോകം. അർജുനോവാച സാലംബസ്യാപ്യ നിത്യത്വം നിരാലംബസ്യ ശൂന്യത ഉഭയോരപി ദൃഷ്ടത്വാ കഥം ധ്യായന്തി യോഗിന. ശ്രീ ഭഗവാൻ വാച ഹൃദയം നിർമ്മലം കൃത്വാ ചിന്തയത്വാപ്യ നാമയം അഹമേവ ഇദം സർവമിതി പശ്യേൽ പരം സുഖം. അർജുന ഉവാച അക്ഷരാണി സമാത്രാണി സർവേ ബിന്ദു സമാസത ബിന്ദുർ അഭിധ്വതിനാഥേന സനാദ കേന അഭിധ്യതേ. ശ്രീ ഭഗവാൻ വാച അനാഹൃതസ്യ ശബ്ദസ്യ തസ്യ ശബ്ദസ്യ യോ ധ്വനി ധന്വന്തര അന്തർഗതം ജ്യോതി ജ്യോതിർ അന്തർഗതം മന തന്മനോ വിലയം യാതി ദക്ഷിണോ പരമം പദം. ഓംകാരധ്വനിനാഥേന വായോ സംഹരണാന്തികം നിരാലംബം സമുദ്രസ്യ യത്ര നാദോ ലയം ഗത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സാലംബസ്യാപ്യ നിത്യത്വം നിരാലംബസ്യ ശൂന്യത ഉഭയോരപി ശൂന്യത്വാൽ കഥം ധ്യായന്തി യോഗിന. സാലംബമായി നടത്തുന്ന ഉപാസനയെ എന്നത് ഏതെങ്കിലും ഒരു മൂർത്തിയെ ഉപാസിക്കലാകുന്നു. ഈ ജഗത്തും അതോടൊപ്പം എല്ലാ മൂർത്തികളും നശിച്ചു പോകുന്നതിനാൽ സാലംബസ്യ ഉപാസന നശ്വരമാണ്. നിരാലംബമായിട്ട് ഒരു മൂർത്തിയെയും സങ്കല്പിക്കാതെയുള്ള ഉപാസനയും ശൂന്യമാകുന്നു. അപ്പോൾ ഇവ രണ്ടും ഫലത്തിൽ ശൂന്യമായതിനാൽ യോഗികൾ എങ്ങനെയാണ് പരമേശ്വര ധ്യാനം നടത്തുന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ ചോദിക്കുന്നു. അർജുനൻ വീണ്ടും പൂർണ്ണമായിട്ട് ഇപ്പം ശൂന്യമായ അവസ്ഥയിൽ നമുക്ക് അവ്യക്ത സ്വരൂപത്തെ ധ്യാനിക്കാൻ സാധിക്കില്ല, അതിനെന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാം പൂർണ്ണമായിട്ട് കണ്ടോളൂ. തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണുന്ന ഒരു ഭാവം ആ ദൃശ്യമാത്രമം ആയിട്ടില്ലേ, ദൃശ്യമായിട്ട് നമുക്ക് വ്യക്തമായി കാണുന്നത് ഉപാസിക്കാൻ സാധിക്കുമെങ്കിൽ ആ കാണുന്നതിലൊക്കെ ഈശ്വരനെ കണ്ടുപാസിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിച്ചു, സാലംബമായിട്ട് നടത്തുന്ന ഉപാസന എന്നത് ഏതെങ്കിലും ഒരു മൂർത്തിയോ ഇല്ലെങ്കിൽ ഒരു ഉപാധി സ്വീകരിച്ചാണല്ലോ. ഈ ജഗത്തും അതോടൊപ്പം എല്ലാ മൂർത്തികളും 8 വിധത്തിലുള്ള മൂർത്തിയുണ്ട്. ഈ മൂർത്തികളും നശിച്ചു പോകുന്നതിനാൽ സാലംബോപാസനയും നശ്വരമാണ്. നിരാലംബമായിട്ട് ഒരു മൂർത്തിയെ സങ്കല്പിക്കാതെയുള്ള ഉപാസനയും ശൂന്യമാകുന്നു. അപ്പോൾ ഇവ രണ്ടും ഫലത്തിൽ ശൂന്യമായതിനാൽ യോഗികൾ എങ്ങനെയാണ് പരമേശ്വര ധ്യാനം നടത്തുന്നതെന്ന് പറഞ്ഞാലും, അതായത് അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ശക്തിയെ ഉപാസിക്കാൻ പറഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അവ്യക്തം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആശ്രയിക്കണം, ഇല്ലെങ്കിൽ കാണുന്നതെല്ലാം ഈശ്വരനായി കണ്ടോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ശൂന്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ അനുഭവിക്കുന്നു, ഇതൊക്കെ പൂർണ്ണമായിട്ട് ഈശ്വരനായിട്ട് കണക്കാക്കുകയുള്ളൂ. അതിൽ വേറെ വേറെ എന്ന് കാണിക്കുക, ഈശ്വരൻ വേറെ ഇല്ലെങ്കിൽ ആ വസ്തു വേറെ എന്നുള്ള സങ്കല്പത്തിലല്ല, എല്ലാം ഈശ്വരനാണെന്നുള്ള സങ്കല്പത്തിൽ ഉപാസിക്കാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ പറയുന്നു, ഈ സാലംബമായിട്ട് സ്വീകരിക്കുന്ന മൂർത്തികളും നശ്വരങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ഉപാധി സ്വീകരിച്ചാൽ ഈ മഹാപ്രളയമോ ഇല്ല അതുപോലുള്ള ഭൂമിക്ക് തന്നെ നാശം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ നശിച്ചു പോകും. അപ്പൊ നമ്മളൊരു സ്വർണത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഉപാസിക്കാൻ തുടങ്ങിയാലും ഈ ഒരു കാലത്ത് ഇതിന് നാശമുണ്ട്, ശാശ്വതമായിട്ടല്ല. അപ്പൊ ഫലത്തിൽ ഇത് രണ്ടും ശൂന്യമല്ലേ. അപ്പൊ രണ്ടും ശൂന്യമായതിനാൽ യോഗികൾ എങ്ങനെയാണ് പരമേശ്വര ധ്യാനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും എന്ന് വീണ്ടും ഭഗവാനോട് പറയാം. അപ്പൊ ഫലത്തിൽ രണ്ടും ശൂന്യമാണ്. കാരണം ഒന്നും നേരത്തെ ഇല്ലാത്ത മിഥ്യയാണെന്ന് പറഞ്ഞു. ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുമില്ലാത്തതിനെ പറ്റി ഇല്ലാത്തതിലുള്ളതിനെ കാണണം എന്ന് പറഞ്ഞാൽ
ഒന്നുമില്ലാതിരിക്കുന്ന അവ്യക്ത സ്വരൂപമായിരിക്കുന്ന അശരീരി രൂപമില്ല നാമമില്ലാത്ത ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ ഉപാസിക്കാൻ ഭഗവാനോട് പറഞ്ഞപ്പം അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഉപാസിച്ചോളൂ, ഉപാധി സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ വീണ്ടും ചോദിക്കാ, ഈ ഉപാധി സ്വീകരിക്കുന്ന വസ്തു നാളെ നശിച്ചു പോകില്ല, അപ്പൊ അതും ഇല്ലാതെ വരില്ലേ? അപ്പൊ ഫലത്തിൽ ശൂന്യം തന്നെയല്ലേ അതും? അതാണല്ലോ ജഗത് മിഥ്യ, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയം നിർമ്മലം കൃത്വ, അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഹൃദയം നിർമ്മലം കൃത്വ ചിന്തയത്വാപ്യ നാമയം അഹമേവ ഇതം സർവം ഇതി പശ്യേൽ പരം സുഖി. മനസ്സിനെയും അതിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ഹൃദയത്തെയും പരിശുദ്ധമാക്കി അന്യവിഷയങ്ങളിൽ ഒന്നും ചിന്തയില്ലാതെ ഏതൊരു അലട്ടലും ഇല്ലാതെ ഇരിക്കുന്നവരാണ് യോഗികൾ എന്ന് പറയുന്നത്. അപ്രകാരം ഇരുന്നു കൊണ്ട് ഈ കാണുന്ന സർവ്വതും എൻ്റെ ആത്മാവ് തന്നെയാണെന്ന്, എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം ഞാൻ തന്നെയാണെന്നും കണ്ടുകൊണ്ട് പരമസുഖികളായിരിക്കുന്ന നിത്യാനന്ദൻ സദാ മുഴുകിയാണ് യോഗികൾ ചെയ്യുക. അപ്പം മനസ്സിനെയും അതിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ഹൃദയത്തെയും ശുദ്ധമാക്കി നിഷ്കളങ്ക ഭാവത്തിൽ ഈ കാണുന്നതെല്ലാം ഈശ്വരനായി അന്യവിഷയങ്ങളിൽ നിന്നും മറ്റു വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ഏതൊരു വിഷയമാണെങ്കിലും അതെല്ലാം ഈശ്വരനായിട്ട് കാണുക. അതുകൊണ്ട് യാതൊരുവിധ അലട്ടലും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഈശ്വരനെ ഇപ്രകാരം അനന്യമായിട്ട് വിചാരിച്ചിരിക്കാൻ സാധിച്ചാൽ, ധ്യാനിച്ചിരിക്കാൻ സാധിക്കാൽ അതാണ് യഥാർത്ഥ യോഗി. അപ്രകാരം ഇരുന്നു കൊണ്ട് ഈ കാണുന്ന സർവ്വതും എൻ്റെ ആത്മാവ് തന്നെയാണെന്ന്, എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാം ഞാൻ തന്നെയാണെന്നുള്ള അർത്ഥത്തിൽ കണ്ടുകൊണ്ട് പരമസുഖികളായിട്ടുള്ള നിത്യാനന്ദത്തിൽ സദാ മുഴുകിയാണ് യോഗികൾ ചെയ്യുക. യഥാർത്ഥ യോഗി എന്ന് പറയുന്നത് അവ്യക്ത സ്വരൂപത്തെ ഉപാസിക്കാൻ അവർ ശീലിക്കണം. ഇനി അതല്ല, ഇനി കാണുന്നതൊക്കെ സത്യമാണ് എന്ന് ധരിക്കുന്നുവെങ്കിൽ അതിൽ ഈശ്വരനെ കണ്ടോളും. നമ്മുടെ ശരീരം നശിക്കുന്നതാണ്, ഇതൊരു ഉപാധിയാണ്. ഈ ശരീരത്തിനകത്ത് അവ്യക്തമായിരിക്കുന്ന ആ ജീവൻ ഉണ്ടല്ലോ, ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, ഒരു ശക്തിയാണ്. അപ്പൊ ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. ഈ ശരീരവും ഉപാധിയാണ്, നശിച്ചു പോകുന്നതാണ്. ഇതേപോലെ എല്ലാത്തിലും കാണണം, എന്തൊക്കെ നശിച്ചു പോകുന്നു അതിലും ഉള്ളിൽ അവ്യക്തമായിരിക്കുന്ന ഒരു ശക്തി അതിലുണ്ട്. അതിനെയാണ് അതായിട്ട് നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു. ഈ ക്ഷേത്രച്ച സംയോഗം എന്ന് പറഞ്ഞാൽ ശരീരവും ജീവനും കൂടെ ചേരുമ്പോഴേ എന്തിനായാലും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ക്ഷേത്രച്ച സംയോഗം കൊണ്ടാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആയാലും അപരയായിട്ട് കണ്ടാലും വേണ്ടില്ല, അത് രണ്ടും ഒന്നാണെന്നുള്ള ഭാവത്തിൽ കണ്ടു ഉപാസിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഉറപ്പിക്കണം എന്നർത്ഥം. അപ്പൊ വീണ്ടും അർജുനന് സംശയം. അർജുന ഉവാച അക്ഷരാണി സമാത്രാണി സർവേ ബിന്ദു സമാശ്രിത ബിന്ദുർ അഭിധ്വതിനാഥേന സനാദ കേന വിദ്യതേ. മാത്രകളോടുകൂടിയ എല്ലാ അക്ഷരങ്ങളും ബിന്ദുവിൽ ആശ്രയിക്കുന്നു, ബിന്ദുവായിരിക്കുന്ന അർത്ഥമാത്രയിൽ ലയിക്കുന്നു. അർത്ഥമാത്രമായിരിക്കുന്ന ബിന്ദു ഊർധ്വനാദത്തിലും ലയിക്കുന്നു. അനാഗതമായിരിക്കുന്ന ഈ നാദം, നാശമില്ലാത്തതായിരിക്കുന്ന ഈ നാദം എവിടെയാണ് ലയം പ്രാപിക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പം ശബ്ദമാത്രയെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. അക്ഷരാണി സമാത്രാണി സർവേ ബിന്ദു സമാശ്രിത ബിന്ദുർ അഭിധ്വതിനാഥേന സനാദ കേനാഭിദ്യതേ. മാത്രകളോടുകൂടിയ എല്ലാ അക്ഷരങ്ങളും ബിന്ദുവിൽ ആശ്രയിക്കുന്നു. ബിന്ദുവായിരിക്കുന്ന, അതായത് അർത്ഥമാത്രയിൽ ലയിക്കുന്നു. അർത്ഥമാത്രയായ ബിന്ദു ഊർധ്വനാദത്തിലും ലയിക്കുന്നു. അനാഗതമായിരിക്കുന്ന ഈ നാദം, നാശമില്ലാത്തതായ ഈ നാദം, വിഖ്യാതമായിട്ടുള്ള ഈ ശബ്ദം എവിടെയാണ് ലയിച്ച് ലയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്നാണ് അർജുനൻ പറയുന്നത്. ഇപ്പൊ ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഈശ്വരന്റെ സ്ഥൂല രൂപമാണ്. അതിന് നമുക്കൊരു രൂപം കൽപ്പിക്കാനോ ഒരു പേരിടാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ അതുണ്ടല്ലോ, ആ ശബ്ദബ്രഹ്മമുണ്ട്. ഏത് അക്ഷരമാണെങ്കിലും ഉപയോഗിച്ചാൽ ആ അക്ഷരബ്രഹ്മവുമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു നാദം തന്നെ, ആ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ വാക്കു തന്നെ
നാദരൂപത്തിൽ വരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഈ ശബ്ദം പോയിട്ട് ഒരു സ്ഥാനത്ത് പോയി ലയിക്കുന്നുണ്ട്. അത് ഊർധ്വനാദത്തിലാണ് പോയി ലയിക്കുന്നു പറഞ്ഞു. അനാഹതമായിരിക്കുന്നതും നാശമില്ലാത്തതായിരിക്കുന്ന ഈ നാദം എവിടെയാണ് ലയം പ്രാപിക്കുന്നത് എന്നാണ് അർജുന്റെ ചോദ്യം. ഭഗവാൻ വാച അനാഹൃതസ്യ ശബ്ദസ്യ തസ്യ ശബ്ദസ്യ യോ ധ്വനി നിരന്തർഗതം ജ്യോതിർ അന്തർഗതം മനഃ തന്മനോ വിലയം വ്യാതി തദ്ദക്ഷിണോ പരമം പദം. അനാഹതനാദത്തിന്റെ ശബ്ദം അതിന്റെ ധ്വനിയിൽ ലയിക്കുന്നു. ആ ധ്വനിയിൽ അന്തർഗതമായി ആത്മജ്യോതിസ് നിലകൊള്ളുന്നു. ആ ജ്യോതിസിൽ അന്തർഗതമായിട്ട് പരിശുദ്ധമായ മനസ്സ് നിലകൊള്ളുന്നു. പരിശുദ്ധ മനസ്സ് വിലയം പ്രാപിക്കുന്ന വിഷ്ണുപദമായിരിക്കുന്ന ആ പരമസ്ഥാനത്ത്, അതായത് കേവല ബ്രഹ്മത്തിൽ നാദവും ലയിച്ച് അനശ്വരതയെ പ്രാപിക്കുകയും ചെയ്യും. അനാഹതനാദത്തിന്റെ ശബ്ദം, അനാഹതനാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയസ്ഥാനത്താണ് അനാഹതം എന്ന ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നാണ് നാദം വരുന്നത്. ആ ശബ്ദം അതിൻ്റെ ധ്വനിയിൽ ലയിക്കുന്നു. ധ്വനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദധ്വനി. ആ ധ്വനിയിൽ അന്തർഗതമായി ആത്മജ്യോതിസ് നിലകൊള്ളുന്നുണ്ട്. ആ ശബ്ദം തന്നെ പുറത്തു വരുമ്പോൾ വാക്കായിട്ട് നിൽക്കുന്നതാണ് ആത്മജ്യോതിസ് എന്ന് പറയുന്നത്. ആ ജ്യോതിസിൽ അന്തർഗതമായിട്ട് പരിശുദ്ധമായ മനസ്സ് നിലകൊള്ളുന്നു. പരിശുദ്ധ മനസ്സ് വിലയം പ്രാപിക്കുന്ന വിഷ്ണുപദമായിരിക്കുന്ന പരമ സ്ഥാനത്ത്, ആ മനസ്സാണ് വിഷ്ണുവിൻ്റെ പദം എന്ന് പറയുന്നത്. ആ പരമസ്ഥാനത്ത്, അതായത് കേവല ബ്രഹ്മത്തിൽ നാദവും ലയിച്ച് അനശ്വരതയെ പ്രാപിക്കും. അതാണ് ബ്രഹ്മനാദം എന്ന് പറയുന്നത്. ആദ്യ നാദവും ബ്രഹ്മാവിൽ നിന്നില്ലേ, ബ്രഹ്മത്തിൽ നിന്ന് വന്ന പ്രപഞ്ച പ്രാണനിൽ നിന്നുണ്ടായ ശബ്ദമാണ്. അതാണ് പ്രണവമന്ത്രം. ഈ പ്രപഞ്ചം ലയിക്കുന്ന സമയത്തും അതിലേക്ക് തന്നെയാണ് പോയിട്ട് ലയിക്കുന്നത്. 59ാമത്തെ ശ്ലോകത്തിൽ അനാഹതസ്യ ശബ്ദസ്യ തസ്യ ശബ്ദസ്യ ധ്വനി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദം അത് ആത്മജ്യോതിസാകുന്ന മനസ്സിൽ ലയിക്കുന്നു എന്നാണ്. അതായത് അന്തർഗതമായിരിക്കുന്ന പരിശുദ്ധമായ മനസ്സ്, നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സ് നിലകൊള്ളുന്നു. ആ പരിശുദ്ധ മനസ്സിൽ വിലയം പ്രാപിക്കുന്ന വിഷ്ണുപദമായിരിക്കുന്ന പരമസ്ഥാനത്ത്, അതായത് കേവല ബ്രഹ്മത്തിൽ നാദവും ലയിച്ച് അനശ്വരതയെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതാണ് നാദബ്രഹ്മം എന്ന് പറയുന്നത്. നമ്മൾ പ്രണവം ജപിച്ചാൽ തന്നെ അതിൻ്റെ യഥാർത്ഥ ശബ്ദം ഹൃദയകമലത്തിൽ നിന്ന്, മണിപ്പൂരകത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഹൃദയകമലത്തിൽ നിന്നാണ് ശബ്ദം ശരിക്ക് വൈഖരീഭാവത്തിൽ വന്ന് അത് സ്വനപേടകത്തിലേക്ക് പുറത്തേക്ക് വരുമ്പോഴാണ് അത് ശബ്ദബ്രഹ്മമായിട്ട് അല്ലെ ശബ്ദമായിട്ട് വാക്ക് നമ്മളിൽ വൈഖരീഭാവത്തിൽ പുറത്തേക്ക് വരുന്നത്. അത് യഥാർത്ഥത്തിൽ ആ ശബ്ദം പ്രണവമന്ത്രം തന്നെ ജപിച്ചാൽ 3 മാത്രയിലെ ശബ്ദം കേൾക്കാൻ സാധിക്കും. 4ാമത്തെ മാത്രയിൽ അത് ലയിക്കുക. അതെവിടെ പോയി ലയിക്കുന്നു? ആത്മാവ് മനസ്സിന്റെ സെൻട്രലാണ്. ഇല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമായാൽ അതിലാണ് ആത്മാവ് ഇരിക്കുന്നത് എന്ന് ഇതിനു മുമ്പ് ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ശബ്ദത്തിന്റെ തരംഗം തുര്യാവസ്ഥയിലിരിക്കുന്ന ആത്മതലത്തിലേക്ക് പോയി ലയിക്കുകയാണെന്നർത്ഥം. അതാണ് അനാഹതസ്യ ശബ്ദസ്യ തസ്യ ശബ്ദസ്യ യോ ധ്വനിർ അന്തർഗതം ജ്യോതിരന്തർഗതം മനഃ തന്മനോ വിലയം വ്യാതി തദ്വിഷ്ണോ പരമം പദം. ആ സ്ഥാനം തന്നെയാണ് പരമം പദം. വിഷ്ണുവിൻ്റെ പരമപദം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നാദബ്രഹ്മം നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപദമാകുന്ന ആത്മപദത്തിൽ പോയി ലയിക്കുന്നു എന്നർത്ഥം. എവിടെ നിന്ന് നമ്മൾ ഒരു ശ്വാസം തന്നെ എടുത്താൽ ആ ശ്വാസം പോയിട്ട് എവിടെ തട്ടിയിട്ട് തിരിച്ചു വരുന്നോ ആ തട്ടുന്ന സ്ഥലം തന്നെയാണ് വിഷ്ണുപദം എന്ന് പറയുന്നത്. അതായത് ഊർധ്വമൂലത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അജ്ഞാചക്രത്തിലാണ് മനസ്സ് സ്ഥിതി എന്ന് പറഞ്ഞു. ആ മനസ്സിന്റെ ഉള്ളിൽ ബിന്ദു മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഒന്നോടെ ചുരുക്കി പറഞ്ഞാൽ ഈ ശബ്ദം എവിടെ നിന്ന് പുറപ്പെടുന്നോ അവിടെ തന്നെ പോയിട്ട് ലയിക്കുന്ന അവസ്ഥയുണ്ടാവും. അതാണ്
ഈ ലയസ്ഥാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് വിഷ്ണുപദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാനെന്ന ബോധം, ആ ബോധം ആണ് യഥാർത്ഥത്തിൽ ഈശ്വര ശക്തി എന്ന് അറിയുക. ഞാനുണ്ട്, ഞാൻ എന്ന് നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് അകത്ത്. ഈശ്വരൻ എന്ന് പറയുന്നത് നാമരൂപങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ്, ഒരു സാന്നിധ്യം മാത്രം കൊണ്ട് അറിയപ്പെടുന്ന ഒരു എനർജിയാണ്. നമ്മളിപ്പം ഒരു ഇലക്ട്രിസിറ്റി വന്നിട്ട് ലൈറ്റും ഏത് ശബ്ദത്തെ പോലും ഒരു സ്പീക്കറിലൂടെ അല്ലേ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഫോണിലൂടെയാണെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം സ്ഥൂല രൂപമാണ് ഈശ്വരൻ്റെ. അത് പോയി ലയിച്ചാൽ ആ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ വിഷ്ണുപദം എന്ന് പറയുന്നത്. എവിടെ നിന്ന് ശബ്ദം നാദബ്രഹ്മം പുറപ്പെടുന്നു അത് അതിലേക്ക് പോയി ലയിക്കും. അതാണ് ജ്യോതിർനന്തർഗതം മനഃ. തന്മനോ, അതേ മനസ്സിൽ വിലയം പ്രാപിച്ച് അത് വിഷ്ണുപദം എന്നറിയപ്പെടുന്ന പരമപദമായിട്ട് അറിയപ്പെടുന്നു. ഓംകാരധ്വനി നാഥേന വായോ സംഹരണാന്തികം നിരാലംബം സമുദ്യസ്യ എത്ര നാഥോ ലയം ഗത. നാദ അനുസന്ധാനത്തോടു കൂടിയുള്ള പ്രാണായാമം പരിശീലനത്താൽ പ്രാണാപാനാദി എല്ലാ വായുക്കളും ഓങ്കാരത്തിൽ ലയിക്കുന്നതാണ്. ഓങ്കാരം നിരാലംബമായിരിക്കുന്ന കേവലം ബ്രഹ്മത്തിൽ ലയിക്കുന്നതോടെ അനുസന്ധാനം ചെയ്യുന്ന പ്രാണാദി വായുക്കളും മനസ്സും ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കുന്നതാകുന്നു. നാദാനുസന്ധാനം എന്ന് പറയുന്നത് പ്രാണായാമ പരിശീലനത്താൽ പ്രാണാപാനാദി എല്ലാ വായുക്കളും ഓങ്കാരത്തിൽ ലയിക്കുന്നതാണ്. അതാണ് നമ്മൾ ശ്വാസം എടുത്താൽ പോലും സ്വ അഹം എന്ന് പറയുന്ന ആ അഹം എന്ന് പറയുന്ന നാദബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കുന്നു എന്നർത്ഥം. വീണ്ടും അതിൽ നിന്നാണ് സ്വ എന്ന ശബ്ദത്താൽ ശ്വാസം എടുക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ അന്തർഗതമായിരിക്കുന്ന ആ ആത്മപ്രകാശത്തിൻ്റെ ഇല്ലേ ആത്മചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ ശ്വാസഗതി പോലും നടക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് പ്രാണനെ ഗുരുവായിട്ട് കാണുക. അത് നിലനിർത്തുന്നത് വായു ശ്വാസഗതിയിലാണ്. പ്രാണ അപാന ത്തിൻ്റെ പ്രാണമെടുക്കുകയും അതിനെ വിടുകയും ചെയ്യുന്ന പ്രക്രിയയിലാണ് ശരിക്കും പ്രാണൻ ശരീരത്ത് നിലനിൽക്കുന്നത്. ആ പ്രാണാപാന പ്രക്രിയയിൽ ഓൾറെഡി തന്നെ ഈ വായുക്കളുടെ പ്രഭാവം കൊണ്ട്, അതിൻ്റെ ചലനം കൊണ്ട് ഓങ്കാരനാദം കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ ആ സ്വ അഹം ക്രിയ, സോഹം ക്രിയ നടന്നുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുന്നതും വിടുന്നതും എന്നർത്ഥം. അത് ശരീരത്തിലെ ശബ്ദം ആയിട്ടല്ലെങ്കിൽ ആ കർഷണമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ കൂർക്കം ആയിട്ട് മാറുന്നത്. വലിയ നന്നായിട്ട് സുഷുപ്തി കിടന്നുറങ്ങുമ്പോൾ ചിലർ അറിയാതെ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കർഷണ ശബ്ദം കുറച്ച് കൂടി വരുമ്പോഴാണ് അത് കൂർക്കം വലിയായിട്ട് മാറുന്നത്. അപ്പോൾ സാധാരണ ആയുരാരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശരീരത്തിൽ ശ്വാസം വന്നു പോകുന്നത് സ്വ അഹം എന്ന ശബ്ദത്തിലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ശ്വാസം എടുക്കുന്നതും വിടുന്നതും അത് പോയി ലയിക്കുന്നതും ആ എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ പോയി ലയിക്കുകയും ചെയ്യും. ഇത് ഓരോ നമ്മുടെ സുഷുപ്തി കിടന്നുള്ള ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാഗ്രത ആയിരിക്കുമ്പോൾ പിന്നെ ശ്വാസഗതിയെ തന്നെ ശ്രദ്ധിക്കാറില്ല. ഏത് ജോലി എന്ത് ചെയ്താലും ശ്വാസം മുട്ടിയാലേ ഇല്ല, ഏതെങ്കിലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ അയ്യോ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുള്ളൂ. ഇല്ലെങ്കിൽ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രകൃത്യാ തന്നെ സർവപ്രകൃതി ജൈഗുണ എന്നുള്ള ഭാവത്തിൽ തന്നെ ഈ ശ്വാസഗതി നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ വേണ്ടാന്ന് വെക്കാനും സാധ്യമല്ല, വേണ്ട വെച്ചാൽ അതിൻ്റെ ഡിസ്റ്റർബൻസ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പം ഇത് പ്രകൃത്യാ നടക്കുന്ന പ്രാണാപാനാദി ക്രിയയാണ്. ഇതാണ് സർവപ്രകൃതി ജൈഗുണ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്തോ ഈ പ്രാണവായുവാണ്. ഉറക്കത്തിൽ പോലും അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അത് നിന്നു പോയാൽ പിന്നെ എണീറ്റ് വരാൻ സാധ്യമല്ല. 3 മിനിറ്റ് കൂടുതൽ ശ്വാസം എടുക്കാതിരുന്നാൽ പിന്നെ ശരീരം നിശ്ചലാവും. അതാണ് ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അത് കേവല ബ്രഹ്മത്തിൽ ലയിക്കുന്നതോടെ അനുസന്ധാനം ചെയ്യുന്നതായ പ്രാണാദി വായുക്കളും മനസ്സും ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അതുകൊണ്ട് ഈ ഈശ്വരിലേക്ക് ലയിക്കുക എന്ന് പറയുന്ന പ്രക്രിയയും
തിരിച്ചു വരാതിരിക്കണമെങ്കിലും നമ്മുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുന്നതെന്നർത്ഥം. അപ്പോൾ ഈ ശ്വാസഗതിയിൽ നടക്കുമ്പോൾ അതിന് യാതൊരു ബാധ്യതയില്ല, അത് പ്രകൃത്യാ തന്നെ നടന്നുകൊണ്ടിരിക്കും. അത് കർമ്മബന്ധനം ഉണ്ടാക്കുകയില്ല, ഒരു തരത്തിലും അത് ബന്ധിക്കപ്പെടുന്നില്ല. ആത്മാവിനെ പ്രകാരം നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏത് കർമ്മം ചെയ്താലും വേണ്ട, നമ്മുടെ ശ്വാസവായുവിനെ ഇല്ല, ഈ പ്രാണനെ നിലനിർത്തുന്ന ഈ വായുവിൻ്റെ പ്രാണാപാനാദി ക്രിയ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന നല്ലതോ ചീത്തയായിട്ടുള്ള കർമ്മങ്ങളുമായിട്ട് ഈ പ്രാണവായുവിൻ്റെ ചലനത്തെയോ ഇല്ലെങ്കിൽ അതിൻ്റെ നിശ്ചലതയോ ഒന്നും ബാധിക്കുന്നില്ല എന്നർത്ഥം. എപ്രകാരം ആത്മാവിനെ ബാധിക്കുന്നില്ലയോ അതേപോലെ സത്യശുദ്ധ ബ്രഹ്മമായിട്ട് നിൽക്കുന്ന ഒരു ക്രിയയാണ്. അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോഴാണ് ഈ ശ്വാസഗതി തന്നെ നടക്കുന്നതർത്ഥം. വായുവിൻ്റെ ചലനം പോലും, ആ വായുവിൻ്റെ ചലനം നടക്കുമ്പോൾ അവിടെ ഒരു നാദം ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്തു, ഞാനിത് പറയുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വേറെ എന്തെങ്കിലും എത്ര ശരീരത്തിന് അധ്വാനമുള്ള ജോലി ചെയ്യുമ്പോഴും ഈ പ്രക്രിയ എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ മുതൽ മരണം വരെ നടക്കുന്നുണ്ടെന്നർത്ഥം. ഇതാണ് ശരിക്കും ചലനാത്മകമായ സൃഷ്ടിയുടെ വ്യവഹാരത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ തെളിവ്, പ്രമാണം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രാണാപാന ക്രിയ ഇതെത്ര അനാഹതമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. അത് നിന്നുപോയാൽ പോയല്ലോ കാര്യം. ഇനി മനഃപൂർവ്വം നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും വിട്ട ശ്വാസം എടുക്കണ്ടെന്ന് വിചാരിച്ചാലും നമുക്ക് തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ നല്ലതും ചീത്തയായിട്ടുള്ള കർമ്മം ചെയ്യുന്നതിനൊക്കെ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ കർമ്മത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ ശ്വാസഗതിയെ ശ്രദ്ധിക്കാറില്ല. സുഷുപ്തി കിടന്ന് ഉറങ്ങുമ്പോഴും ശ്വാസഗതിയെ ശ്രദ്ധിക്കാറില്ല. അതോ അനാഹതമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ആരും ഒരു വിധത്തിലും തടസ്സമില്ലാതെ. ഇതാണ് ശരിക്കും നഹി കച്ചിക്ഷണമോ ജാതദുഷ്ടത്തെ കർമ്മകളെന്ന് ഭാഗം പറഞ്ഞു. അത് പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് സർവപ്രകൃതിയായ ഗുണം എന്ന് പറഞ്ഞാലും ഈ പ്രക്രിയയാണ് ശരിക്കും യഥാവിധി ശ്വാസഗതി നിയന്ത്രിച്ച് നിർത്തുന്നത്. അത് ഏതോ ഒരു ശക്തിയാണല്ലോ. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ വേണം ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ. ഈശ്വരനെ നമ്മുടെ ശരീരത്തിലൂടെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ ഈ സർവപൂർണമായിരിക്കുന്ന, ഇല്ലെങ്കിൽ എല്ലാത്തിലും ഈശ്വരനെ കാണണമെന്നുണ്ടെങ്കിലും ആ ഭാവനയുടെ ആ ദൃഷ്ടിയിലൂടെ മാത്രം വീക്ഷിച്ചാൽ മാത്രമേ ഈശ്വരനെ നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. ഇത് ഗീതയിലും ജ്ഞാനവിജ്ഞാനം പറയുമ്പോഴും ഭഗവാൻ 7-ാം അധ്യായത്തിലും നമുക്ക് സ്ഥാപിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും നമ്മൾ ശരിക്കും യഥാർത്ഥ ഭക്തി ഉണ്ടോയെന്ന് പോലും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രക്രിയ, അതൊരു വലിയൊരു ബോധമാണ്. നമുക്ക് ഈ ആത്മബോധം ഉണ്ടാകത്തിടത്തോളം കാലം നമുക്ക് യഥാർത്ഥ ഭക്തിയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സപ്താഹം നടക്കുന്ന സ്ഥലത്ത് രുക്മിണി സ്വയംവരോ ഇല്ലെങ്കിൽ കുചേലവൃത്തമൊക്കെ വായിക്കുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അവല് പൊതി കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആരെങ്കിലും രുക്മിണിയുടെ ശ്രീകൃഷ്ണമൊക്കെ വേഷം കെട്ടിയിട്ട് എഴുന്നള്ളിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും ആ വേഷം കെട്ടുന്നവർക്കും അതിന് ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഫലം ഇച്ഛിച്ചുകൊണ്ടൊക്കെ ആരോഗ്യത്തിന് നമ്മൾ വേഷം കെട്ടാൻ പോലും പ്രേരിപ്പിക്കണം. കല്യാണം കഴിയാതിരിക്കുന്ന കുട്ടികൾക്ക് കല്യാണം നടക്കും എന്ന് പറയും. അവിടെയൊക്കെ യോ യോ യാം യാം ധന ഭക്തക ശ്രദ്ധയാർച്ചിതി മിച്ചതി തസ്യ തസ്യ ജലാം ശ്രദ്ധ താമേവ വിദധാമ്യഹം എന്ന് പറയും. ഫലം ഇച്ഛിച്ചുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഫലത്തോടു കൂടിയാണ്, ഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഫലത്തെ പറ്റിയായിരിക്കും ചിന്ത എന്നർത്ഥം. ഇപ്പം ഒരിക്കൽ ഇതൊക്കെ പറയുമ്പോഴാണ് നാരദരും ശ്രീകൃഷ്ണനും കൂടെ വെറുതെ നടക്കാൻ ഇറങ്ങുമ്പം ഈ എന്താ പറഞ്ഞ ഭക്തിയിൽ എവിടെ ഒരു ക്ഷേത്രത്തിൽ ഭയങ്കരമായിട്ട് കണ്ണൻ്റെ പാട്ടൊക്കെ പാടി കീർത്തനം ചൊല്ലുന്നത് കേൾക്കും. അപ്പം നാരദർ പറയും, ഇതാ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കീർത്തനം പാടുന്നു, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കുമല്ലേ. പ്രത്യക്ഷത്തിൽ അവർക്ക് കണ്ട എന്താ ഭാവം, കണ്ണനെ പറ്റി പാടുന്നു, കണ്ണൻ നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ എന്തായിരിക്കും ഭാവം എന്ന് അറിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നാരദര് കൃഷ്ണനോട് പറയും, നമുക്ക് അതിലേന്ന് പോകാം, ഈ ഭക്തന്മാർ കീർത്തനം പാടുന്നവരുടെ മുമ്പിലൊന്ന് ചെന്ന് നോക്കാമെന്ന് പറയും. അപ്പം നാരദരോട് അത് വേണോ?
കാരണം ഇവർ ഈ കീർത്തനം പാടുമ്പോഴൊന്നും യഥാർത്ഥത്തിൽ ഭക്തി കൊണ്ടൊന്നും അല്ല പാടുന്നത്. അന്നേരം ലയത്തിൽ നാദബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് അത് പാടുന്നതേ ഉള്ളൂ. എന്നെ പ്രത്യക്ഷത്തിൽ കണ്ടാൽ അവരുടെ ഭാവമൊക്കെ മാറും. ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അവരെന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ഫലയിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട, അവര് പാടി ലയിച്ചോട്ടെ എന്ന് പറയും. എന്നിട്ട് നാരദയുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പം ദാ ഇത് കണ്ണനാ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഭാഗവത സപ്താഹത്തിലൊക്കെ കണ്ണൻ്റെയും കുചേലിൻ്റെയും ഒക്കെ വേഷം കെട്ടി വരലുണ്ട്. അപ്പം ഈ ഭജന പാടി കഴിഞ്ഞപ്പം നിങ്ങൾ ആരാ, എവിടുന്നാ വന്നേ, അങ്ങ് അസലായിട്ടുണ്ടോ കൃഷ്ണൻ്റെയും നാരദയുടെയും വേഷം കെട്ടിയതെന്ന ആ രീതിയിലാണ് അവർ സംസാരിച്ചത്. അവർക്ക് ശരിക്കും യഥാർത്ഥ രൂപത്തിൽ വന്ന കൃഷ്ണനാണെന്നോ നാരദരാണെന്നോ അവർക്ക് മനസ്സിലായില്ല. അസലായിട്ടോ നിങ്ങൾ ഇത്രമാത്രം ഭംഗിയായിട്ട് വേഷം കെട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നാരദര് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് ഒറിജിനലാണ്, അല്ലാതെ ഞങ്ങൾ വേഷം കെട്ടി നാടകത്തിന് വേഷം കെട്ടി വന്നതൊന്നും അല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാലേ ഞങ്ങൾക്ക് ബോധ്യം വരുള്ളൂ എന്ന് പറയും. അപ്പം ഇവർ ഭജനം ആടിക്കൊണ്ടിരിക്കുമ്പം മൃദംഗമൊക്കെ കൊട്ടുമ്പം അതിനെ താളം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് സാധാരണ മൃദംഗസ്റ്റുകൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പം ഒരാൾ ഈ കല്ലെടുത്തിട്ട് പറഞ്ഞു ഇത് സ്വർണ്ണാക്കി തന്നു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഇത് വേറെ എവിടെയോ ഞാൻ കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. നമുക്ക് ഇങ്ങനെയുള്ള കഥകളും ആവശ്യകതയുണ്ട് നമ്മുടെ ഭക്തിയുടെ ഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ കൈകൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ ആ സ്വർണ്ണമായി. അപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ഭജന പാടിയവരുന്നവർ ബാക്കി ഉണ്ടായിരുന്നവരെ ഒന്നും കാണാനില്ല. അവരെല്ലാം എങ്ങോട്ടോ ഓടി. അപ്പം ഇവരെല്ലാവരും എങ്ങോട്ടോ പോയേ എന്ന് നാരദര് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഇവരെല്ലാം അവരവർക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും കല്ലും എടുത്തുകൊണ്ട് വരിക. കണ്ട എന്തിനാ ഇതെല്ലാം സ്വർണ്ണമാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം യഥാർത്ഥ ഭക്തി എന്താണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് ഇതിനൊന്നും പുറപ്പെടണ്ട, അത്ഭുതമൊന്നും കാണിച്ചു കൊടുക്കണ്ട, കാരണം ഇത് അങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. അത് തൻ്റെ യഥാർത്ഥ നിഷ്കളങ്ക ഭക്തിയുള്ളവർക്ക് ഈ പറയുന്ന ഭ്രമമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നാരദരോട് പറഞ്ഞിട്ടും ആ നാരദര് ഇവരുടെ യഥാർത്ഥ ഭാവം അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ യഥാർത്ഥ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തി കൊണ്ടും നമ്മൾ മനസ്സിൽ എന്താണ് വിചാരിക്കുന്നതെന്ന് അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഗതിയെന്നർത്ഥം. അപ്പം ഇവിടെ ആ 4 വിധ ഭക്തന്മാരിൽ ആത്മതലത്തിലേക്ക് ആത്മജ്ഞാനഭാവത്തിലേക്ക് എത്തുന്ന ആത്മബോധ തലത്തിൽ എത്തിക്കൊണ്ട് ഭക്തിയിലേക്ക് എത്തുന്നവർക്ക് ഈ ഉത്തരഗീത തന്നെ എന്തെങ്കിലും ഒന്ന് അതിനെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല എന്നെങ്കിലും മനസ്സിലാവുള്ളൂ. കാരണം അതുപോലെ ഒരു വിഷയമാണ്, അത്ര എളുപ്പം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല. ശരിക്കും ഗീതാശാസ്ത്രത്തിൽ 18 അധ്യായത്തിൽ 3 അധ്യായം കൂടെ ചേർത്താൽ എത്രയായി? ഭഗവത്ഗീതയിൽ 18 അധ്യായവും 18 അധ്യായമാണ് ഉള്ളതെങ്കിൽ ഈ 3 അധ്യായം കൂടെ അതിൻ്റെ കൂടെ ചേർക്കപ്പെട്ട 21 അധ്യായമാവും. ഈ 21 അധ്യായം 21 പടികൾ കടന്നാൽ മോക്ഷമാണ് ഫലം. പിന്നെ ഈ സംസാര ബന്ധനത്തിലേക്കൊന്നും വരില്ല. പക്ഷേ ഈ ഒരു സ്ഥിതിയിലേക്ക് നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അപ്പം എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമാണ്. അപ്പം ഇത്രയൊക്കെ സ്ഥിതിയിലെത്തിയവർക്ക് പോലും വിഷമാണെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പം ഭക്തിയുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയുടെ ഒക്കെ ഉദ്ദേശ ലക്ഷ്യം എത്ര ആത്മാർത്ഥത എന്ന് പറഞ്ഞാലും അവിടെ എന്തെങ്കിലും പരമമായിട്ട് എന്തെങ്കിലും കണ്ടാൽ അതിൽ ഭ്രമിക്കുന്നർത്ഥം. ഇതാണ് മായ എന്ന് പറയുന്നത്. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര ഭക്തിയോടുകൂടി ലയിച്ച് നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലിയാലും ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാലും പിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് കുടുങ്ങിയാൽ മതി, ഈ കിട്ടിയ കാര്യമൊക്കെ ഇല്ലെങ്കിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്ലാഷ് അടിച്ചു പോകും. അതാണ് ഭക്തിയുടെ ലെവല് നമുക്ക് ഒരേപോലെ നിലനിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഈശ്വര കൃപ എന്ന് പറയുന്നത്. അത് സാധിക്കില്ല. നമ്മളിപ്പോൾ ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ കുറച്ച് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടും പ്രാരാബ്ധം അനുസരിച്ചുകൊണ്ട്. കാര്യം അതിലൊക്കെ നിസ്സംഗഭാവം കൈവരുത്തിക്കൊണ്ടാ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്കതുപോലും ശ്രദ്ധയോടെ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ വയ്ക്കണം. നമ്മൾ പ്രാരാബ്ധ കർമ്മങ്ങളിൽ പെട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും
അതും ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അതിലും ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കില്ല. അപ്പൊ നിസ്സംഗഭാവത്തിൽ അത് ബന്ധനം ഉണ്ടാകാത്ത വിധത്തിലൊക്കെ ചെയ്താൽ പോലും ആ കർമ്മത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ അത് വികലമാകുന്ന അർത്ഥം. അശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താലും അതിഹത്തിലും പരത്തിലും പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് വിഷയത്തിൽ ഭൗതികമായിട്ടുള്ള ആത്മീയമായിക്കോട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയില്ലാതെ ചെയ്താൽ അത് ആർക്കും പ്രയോജനം ഇല്ലാതെ വരും. അവനവനും ഇല്ല, മറ്റുള്ളവർക്കും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നല്ലേ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, ഇല്ല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും കീർത്തനം ചൊല്ലുന്ന ശബ്ദം കേട്ടിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോഴാണല്ലോ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് വരുന്നത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ ദർശിക്കാൻ ദർശനത്തിന് പോയതാണെങ്കിൽ ആ ദർശനത്തിലല്ലേ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് വ്യതിചലിക്കും. ഈ വ്യതിചലിക്കുന്ന ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴും അശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴും നമ്മളെ സഹായിക്കുന്നത് എന്നതാ? ഈ പ്രാണാപാന പ്രക്രിയയാണ്. അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിൽ പോയി ലയിക്കുകയും തിരിച്ചു വരികയും വീണ്ടും ലയിക്കുകയും ഈ അനാഹതമായിട്ട് ഒരു പരിധിയില്ലാതെ നടക്കുന്ന ഒരു പ്രാണാപാന വ്യവസ്ഥയിലാണ് ശരീരം പോലും നമ്മൾ ഓരോ നിമിഷം ലയിച്ച് അറിയാതെ തന്നെ അതിൽ ലയിച്ച് അത് വളരെ ശ്രദ്ധയോടെ ഈശ്വരൻ നടത്തിയിരിക്കുന്ന, ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര സിസ്റ്റമാണ്. സൃഷ്ടിയുടെ വ്യവഹാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഈ പ്രാണാപാന പ്രക്രിയയാണ്. ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ്. ഈവൻ നിശ്ചലമായി നിൽക്കുന്ന മരത്തിനു പോലും ശ്വാസം എടുക്കാതെ അതിന്റെ നിലനിൽപ്പില്ല എന്നർത്ഥം. അതാണ് പ്രാണവായുവിനെ പറ്റി ഇവിടെ എത്ര ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ പറയുന്നത്. ഓംകാരധ്വനിനാഥേന വായോ സംഹരണാന്തികം നിരാലംബം സമുദ്ദേശ്യ എത്ര നാദോലയം കഥ. നാദാനുസന്ധാനത്തിൽ കൂടിയുള്ള പ്രാണായാമ പരിശീലനത്താൽ, അതാണ് പ്രാണായാമത്തെ പറ്റി ശരിക്കും പരിശീലിക്കണം. നമ്മളിപ്പോൾ അറിയാതെ ചെയ്യുന്നതൊക്കെ അറിയാതെ നടക്കും, നമുക്കതിലൊന്നും ഇന്റർഫെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പ്രാണന് യാമം കൊടുത്തുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ശ്വാസഗതി നമ്മൾ സാധാരണ ഈ പറയുന്ന പോലെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നല്ലതും ചീത്തയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന കർമ്മത്തിൽ നമ്മളെ വ്യവഹരിക്കാൻ അനുവദിക്കുന്നത് ഈ പ്രാണാപായ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന പ്രാണാപാന പ്രക്രിയയാണ്. അത് പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ എടുക്കുന്ന ശ്വാസം 30 to 40% പ്രാണവായു നമ്മൾ യൂട്ടിലൈസ്, അത്രയും മതി. അതുകൊണ്ട് ശരീരത്തെ നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടക്കും. പക്ഷേ പ്രാണായാമം ശീലിച്ചാൽ, അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചാലാണ് ഈ രഹസ്യങ്ങൾ പോലും ചിലതൊക്കെ നമുക്ക് ക്ലിക്കാവുള്ളൂ എന്നർത്ഥം, മനസ്സിലാകാൻ തുടങ്ങുള്ളൂ. അതായത് ആത്മശക്തിയുടെ പ്രഭാവം പുറത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ വ്യവഹാരത്തിലും വ്യാപനം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ ശക്തി പോലും എന്താണെന്ന് മനസ്സിലാവുള്ളൂ. യഥാർത്ഥത്തിൽ ഈശ്വരൻ നമ്മുടെ പ്രാണനെ ശരീരത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗുരുസ്ഥാനത്ത് പ്രാണനെ കണ്ടാൽ, ആ വായുവിൻ്റെ ചലനത്താൽ ഗതിവിഗതികൾ കൊണ്ടാണ് ഈ ശരീരമാകുന്ന ഊരില് ഈ പ്രാണായാമം നടക്കുന്നത് കൊണ്ടാണ് ഇത് എന്താ പറഞ്ഞേ, അവസ്യൂതം, അതായത് ഒരിക്കലും റിക്കോർട്ടില്ലാതെ ജനിച്ചാൽ മരണം വരെ ഊണിലും ഉറക്കത്തിലും നടക്കുന്ന ഈ പ്രക്രിയയാണ് നമ്മുടെ ആത്മാവിനെ പോലും ശരീരത്തെ ചൈതന്യവത്താക്കി നിലനിർത്തുന്നത്. അതിൽ നിന്നാണ് ഞാൻ എന്ന അഹംബോധം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനെന്ന ബോധം ആണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് നമ്മുടെ ശരീരത്ത് പ്രാണാദി വായുക്കളും മനസ്സും ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കും. ആ ലയിച്ചാൽ പിന്നെ ഈ പ്രക്രിയയുടെ ആവശ്യം, ഈ ശരീരത്തിൻ്റെ ആവശ്യകതയില്ല. അപ്പോഴാണ് പൂർണ്ണമായിട്ട് ലയം എന്ന് പറയുന്നത്. പുനർജന്മം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഈ പ്രാണായാമ പ്രക്രിയയിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതും. അതിനെ എവിടെ പോയി തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്, അത് എവിടെ പോയാണ് ലയിക്കുന്നത്. വീണ്ടും ജനിക്കുമ്പോൾ ഈ ശ്വാസഗതിയാണല്ലോ. ജനിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പുറത്തേക്ക് വന്നാൽ ശ്വാസമാണ് ആദ്യം അന്വേഷിക്കുക. ശ്വാസം എടുത്തിട്ടേ പിന്നെ ആഹാരത്തിന് വേണ്ടി കരച്ചിലൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ആഹാരം നേരം കഴിക്കാതിരുന്നാലും വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, വെള്ളം ഇല്ലാതെയും ജീവിക്കാം. പക്ഷേ വായു ഇല്ലാതെ ഒരു നിമിഷം പോലും ആർക്കും നിലനിൽക്കാൻ സാധ്യമല്ല, ഒരു ജീവിക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് 40ാമത്തെ ശ്ലോകത്തിൽ ഇതിനെ വിശകലനം ചെയ്ത് പഠിക്കണം. ഇത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പോലും ഇതെങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് സംശയം വന്നിട്ട് കുറേ നേരത്തേക്ക് ഞാൻ നിർത്തിവെച്ചു. എന്നിട്ട് അതേപ്പറ്റി ഒന്ന് ശരിക്കും ആലോചിച്ചു.
ആലോചിച്ചപ്പോഴാണ് ഇത്രയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിച്ചതെന്നർത്ഥം. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു 2 ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കാന്ന് പറയുന്നത് കുറച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാക്യാർത്ഥം മാത്രം എടുത്താൽ പോരാന്നർത്ഥം. ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താന്ന് പോലും ഈ 2 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഗുരു പ്രാണനാണ്. ആ വായുവിൻ്റെ ഗതിവിഗതികളാണ് ഈ ശരീരമാകുന്ന ഊരിൽ പ്രാണനെ നിലനിർത്തുന്നത്. അത് ആത്മചൈതന്യമായിട്ട് നമ്മുടെ പരാശക്തിയായിട്ട്, ശരീരം അപരാശക്തിയുമാണ്. ഇതിനെ യോജിപ്പിച്ച് നിർത്തുന്നത് ഈ പ്രാണാപാന പ്രക്രിയയാണ്. അപരാശക്തിയാകുന്ന ശരീരത്തെയും പരാശക്തിയാകുന്ന ആ ജീവനെയും പ്രാണനെയും യോജിപ്പിച്ച് നിർത്തി പ്രവർത്തിക്കുന്നത് സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ നമ്മുടെ ഇച്ഛയനുസരിച്ച് കൊണ്ട് ഏതേത് വിഷയങ്ങൾ വ്യാപരിച്ചാലും പ്രകടന ഭക്തിക്കോ പ്രകക്ഷേണയുള്ള ഭക്തിക്കോ ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മക്ഷേത്രമാകുന്ന ശരീരത്തെ ക്ഷതമില്ലാതെ കാത്തു സംരക്ഷിക്കുന്നതിൽ മുഖ്യധർമ്മം ചെയ്യുന്നതാരാ? ഈ പ്രാണാപാന പ്രക്രിയയാണ്. അത് നിന്നാ സകലതും നിശ്ചലമായി പോയില്ലേ? നമ്മളില്ലാതായ നമ്മുടെ ലോകം ഇല്ലാതായി. അങ്ങനെ ഓരോ വ്യക്തിത്വത്തിനും ഇത് ബാധകമാണെന്നർത്ഥം. അതാണ് ഈ 40ാമത്തെ ശ്ലോകത്തിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം 36 തൊട്ട് 40 വരെ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സമർപ്പിക്കാം. അർജുന ഉവാച സാലംബസ്യാഭ്യ നിത്യത്വം നിരാലംബസ്യ ശൂന്യത ഉഭയോരപി ശൂന്യത്വാൽ കഥം ധ്യായന്തി യോഗിന ഹൃദയം നിർമ്മലം കൃത്വാ ചിന്തയത്വാപ്യനാമയം അഹമേവ ഇദം സർവമിതി പശ്യേൽ പരം സുഖി അക്ഷരാണി സമാത്രാണി സർവേ ബിന്ദു സമാശ്രിത ബിന്ദുർ അഭിധ്വതിനാഥേന സനാദ കേന അഭിദ്യതേ അനാഹതസ്യ ശബ്ദസ്യ തസ്യ ശബ്ദസ്യ യോ ധ്വനി ധ്വനിരന്തർഗതം ജ്യോതിർ അന്തർഗതം മനഃ തന്മനോ വിലയം യാതി തദ്ദിക്ഷിണോ പരമം പദം ഓംകാരധ്വനിനാഥേന വായോ സംഹരണാന്തികം നിരാലംബം സമുദ്ദേശ്യ എത്ര നാഥോ ലയം ഗത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണ ഹ്രീം മഗീശാ ഗോബ്രാഹ്മണേഭ്യ സുമൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.